നമ്മുടെ നീറ്റ് എക്സാമിനേഷനിൽ നമ്മൾ കഴിഞ്ഞ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മളെ ഹ്യൂമൻ ഫിസിയോളജി സെഷന് ഏകദേശം 70-ന് മുകളിൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലേ. നമുക്കറിയാം ഹ്യൂമൻ ഫിസിയോളജിയിൽ ബ്രീത്തിങ് പോലത്തെ ബോഡി ഫ്ലൂയിഡ്സ് എക്സ്ക്രീഷൻ അങ്ങനെ 6ഓളം ചാപ്റ്റർ നമ്മൾ +1-ലുണ്ട്. അതുപോലെ ഹ്യൂമൻ ഫിസിയോളജിൻ്റെ ഒരു സെഷൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മളെ +2-ലുമുണ്ട്. ഏകദേശം നമുക്ക് 17-18 ചോദ്യം ഈ ഒരു 7 ചാപ്റ്ററിന് കൂടി ടോട്ടൽ നമുക്ക് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇതിലുള്ള PYQs നമുക്ക് നോക്കിയാൽ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. നമുക്കറിയാം ബയോളജിയെ സംബന്ധിച്ച് ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റേഴ്സ് നിന്ന് ചോദിക്കാറെന്നുള്ളത് നമ്മളൊരു സീരീസിലൂടെ ചെയ്തെടുക്കാൻ പോവാണ്. സോ ഇന്നത്തെ സീരീസിൽ നമ്മൾ PYQs കംപ്ലീറ്റ് ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തെടുക്കും. അടുത്ത സീരീസിൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണടാ. നമുക്കറിയാം നമ്മളെ ലോക്കോമോഷനിൽ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എല്ലിന് ഓട്ട വരുന്ന അവസ്ഥയ്ക്ക് അല്ലേടാ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് ഓസ്റ്റിയോപോറോസിസ്? ഓസ്റ്റിയോ എന്ന് വെച്ചാൽ എല്ല് എന്നാണ് അർത്ഥം, പോറോസിറ്റി ഓട്ട ഹോൾസ്. അപ്പൊ എല്ല് പൊടിയുന്ന അവസ്ഥ എങ്ങനെയാണ്? അതൊരു ഏജ് റിലേറ്റഡ് ഡിസോർഡർ തന്നെയാണ്. പ്രത്യേകിച്ച് ഫീമെയിൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഈസ്ട്രജൻ ലെവലൊക്കെ കുറയുന്ന സമയത്തല്ലേ, ഈസ്ട്രജൻ ലെവലൊക്കെ മെനോപോസിന്റെ സമയം കഴിഞ്ഞാൽ ഒരു 50-52 വയസ്സ് കഴിഞ്ഞാൽ ഈസ്ട്രജന്റെ ഹോർമോണൽ ലെവലൊക്കെ സെക്രീഷൻസ് കുറയാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ല് പൊടിയാറുമുണ്ട്. സോ അസേഷൻ റീസൺ ടൈപ്പ് ആണ്. എന്റെ മക്കൾ ശ്രദ്ധിക്കണം. എന്താണ് അസേഷൻ? ഓസ്റ്റിയോപോറോസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചർ. ശരി തന്നെയാണ്. എന്താണ് റീസൺ? കോമൺ കോസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ഈസ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. നമുക്കറിയാം ഓസ്റ്റിയോപോറോസിസിന് കാരണം ഈസ്ട്രജൻ ലെവൽ കുറയുന്നതാണല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻക്രീസ്ഡ് എന്ന് കൊടുത്തത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് പറഞ്ഞൂടെ? അപ്പൊ ഇവിടെ അസേഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. സോ നമുക്ക് ഏതാണ് ആൻസർ കൊടുക്കാൻ പറ്റുക? അസേഷൻ ഈസ് കറക്റ്റ് ബട്ട് reason is not correct. That is option 4 is the right answer. സോ ലോക്കോമോഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ലോക്കോമോഷൻ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ജോയിന്റ്സ് പഠിച്ചിട്ടില്ലേ. ഒരു മൂവ്മെന്റും ഇല്ലാത്ത അല്ലെ, ഒരു മൂവ്മെന്റ് പോസിബിൾ അല്ലാത്ത ജോയിന്റിനെ നമ്മൾ ഫൈബ്രസ് ജോയിന്റ് എന്നല്ലേ വിളിക്കുക അല്ലെ. ലിമിറ്റഡ് മൂവ്മെന്റ് പോസിബിൾ ആയുള്ളതിനെ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വിളിച്ചു അല്ലെ. ഒരു കൺസിഡറബിൾ മൂവ്മെന്റ് കംപ്ലീറ്റ്ലി മൂവ്മെന്റ് പോസിബിൾ ആയുള്ളതിനെ നമ്മൾ സൈനോവിയൽ ജോയിന്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഫൈബ്രസ് ജോയിന്റ് മെയിനായിട്ട് നമ്മളെ സ്യൂച്ചേഴ്സ് ഓഫ് ദ സ്കൾ അല്ലേ, സ്യൂച്ചേഴ്സ് ഓഫ് ദ സ്കൾ അല്ലേ ഫൈബ്രസ് ജോയിന്റ്. അവിടെ അല്ലെ തലയോട്ടി കുറെ തുന്നുകളില്ലേ ഓരോ ബോൺസിന്റെ ഇടയിൽ. ഇവിടെ ടെമ്പോറൽ ബോൺ ഉണ്ട്, ഇവിടെ പെറൈറ്റൽ ബോൺ ഉണ്ട്, ഫ്രോണ്ടൽ ബോൺ ഉണ്ട്, ബാക്ക് സൈഡിൽ ഓക്സിപിറ്റൽ ബോൺ. ഇതിന്റെ ഇടയിലേക്ക് സ്യൂച്ചേഴ്സ് അല്ലേ, സ്യൂച്ചേഴ്സ് ഓഫ് ദ സ്കൾ ആണ് ഫൈബ്രസ് ജോയിന്റ്. ഇനി ലിമിറ്റഡ് മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ നമ്മളെ വെർട്ടിബ്രന്റെ ഇടയിലുള്ളതാണ്, ദാറ്റ് ഈസ് കാർട്ടിലേജിനസ് ജോയിന്റ്. കംപ്ലീറ്റ്ലി മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളതാണ് സൈനോവിയൽ ജോയിന്റ്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ് പഠിച്ചിട്ടുണ്ട്, ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ് പഠിച്ചിട്ടുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ഇല്ലേ, ഹിഞ്ച് ജോയിന്റ്, നീ ജോയിന്റ്, അതുപോലെ പിവോട്ട് ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്, രണ്ട് വെർട്ടിബ്രന്റെ ഇടയിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്? അഡ്ജസന്റ് വെർട്ടിബ്രയ്ക്ക് ശരിക്കും കാർട്ടിലേജിനസ് ജോയിന്റ്, പക്ഷേ രണ്ട് C1 C2ന്റെ ഇടയിൽ അറ്റ്ലസ് ആക്സിസിന്റെ ഇടയിൽ പിവോട്ട് ജോയിന്റ് ആണ്. അതുപോലെ ഗ്ലൈഡിംഗ് ജോയിന്റ് പഠിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ കാർപ്പൽസ്, സാഡിൽ ജോയിന്റ് പഠിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തം. അപ്പം എപ്പോഴും നമുക്ക് MCQ ജോയിന്റ് എന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈബ്രസ് ജോയിന്റ് നമുക്ക് ഏത് കൊടുക്കാം? സ്കളാണ്, മൂവ്മെന്റ് ഒന്നും പോസിബിൾ, അപ്പൊ 3 എന്ന് വരും അല്ലെ. കാർട്ടിലേജിനസ് ജോയിന്റ് അഡ്ജസന്റ് വെർട്ടിബ്രേ വരും. ഹിഞ്ച് ജോയിന്റ് നീ ജോയിന്റ് അല്ലേ, അല്ലെങ്കിൽ എൽബോ ജോയിന്റും അതേ ആക്ഷൻ അല്ലേ, ദാറ്റ് ഈസ് ഹിഞ്ച് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലേ ബിറ്റ്വീൻ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ. പെൽവിക് ഗേർഡിന്റെയും ഫീമറിന്റെ ഹെഡിലുള്ളത് ഏതാണ്? അത് ഹിപ്പ് ജോയിന്റ്, അതും ബോൾ ആൻഡ് സോക്കറ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ നമുക്ക് 2 കൊടുക്കാം. സോ 3 1 4 2 എന്ന് കൊടുത്തൂടെ? അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? 3 എന്നുള്ളൊരു ഓപ്ഷൻ 3 1 4 2, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ ബ്ലഡിന്റെ പ്ലാസ്മയിൽ പ്രോട്ടീൻസ് ഇല്ലേ. ഒരു മനുഷ്യന്റെ ബ്ലഡ് എടുത്താൽ 45% ഫോംഡ് എലമെന്റ്സ് അല്ലേ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ബാക്കി 55% പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ തന്നെ 90 മുതൽ 92% വെള്ളവും ബാക്കി 6 to 8% പ്രോട്ടീൻ അല്ലേ. ആ പ്ലാസ്മ പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ പ്രീവിയസ് അല്ലേ, നീറ്റ് 2018 ചോദിച്ചതാണ് അല്ലേ. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ അല്ലെ. ഫൈബ്രിനോജൻ ഒക്കെ എന്താണ്? അതൊരു ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടർ. നമ്മൾ ക്ലോട്ടിംഗ് മെക്കാനിസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഫൈബ്രിനോജൻ അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുക. ഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡി, ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം അല്ലേ. ഓസ്മോട്ടിക് ബാലൻസ് ദാറ്റ് ഈസ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ് ആൽബുമിൻ പറയാം. സോ ഫൈബ്രിനോജൻ നമുക്ക് 2 പറയാം, ഗ്ലോബുലിൻ നമുക്ക് ഡിഫൻസ് മെക്കാനിസം പറയാം, ആൽബുമിൻ നമുക്ക് ഏത് കൊടുക്കാം? osmotic balance കൊടുക്കുക. So 2 3 1 is the right answer. 2 3 1, that is again option 4 is the right answer.
ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2022 ചോദിച്ചതാണ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. That is coagulum. What is coagulum? That is blood clot. Blood clot ne alle nammal coagulum nu vilikka. Is formed of network of thread called thrombin. എടാ ബ്ലഡ് ക്ലോട്ട് മെയിൻ ഫോർമേഷൻ എന്തൊക്കെയാണ്? അത് ഫൈബ്രിൻ ത്രെഡുകളാണ്. ഫൈബ്രിൻ ത്രെഡിന്റെ ഇടയിൽ ഡെഡ് സെൽസ് അല്ലെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ക്ലോട്ട് എന്ന് വിളിക്കുക അല്ലെ, കൊയാഗുലം എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് ഫൈബ്രിൻ ത്രെഡ് ആണ്, ത്രോംബിൻ ത്രെഡ് ആണോ? അല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫൈബ്രിൻ ആണെങ്കിൽ നമുക്കത് ശരി കൊടുക്കാമായിരുന്നു. സ്പ്ലീൻ ഈസ് ഗ്രേവിയാർഡ് ഓഫ് എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ് മീൻസ് RBCs. RBCന്റെ റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ് അല്ലേ സ്പ്ലീൻ, അല്ലെ ഗ്രേവിയാർഡ് ഓഫ് RBC അല്ലേ സ്പ്ലീൻ. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണ്. എത്രയായിരുന്നു RBCയുടെ ലൈഫ് സ്പാൻ? എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? 120 days ആണല്ലേ. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഗെയിൻ നമ്മളെ ECGയിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2023 ചോദിച്ച PYQ ആണ് അല്ലെ. നമുക്കറിയാം ECG നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് PQRS T. ഏട്രിയം ചുരുങ്ങുന്നത്, ദാറ്റ് ഈസ് ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെ. Atrial, that is atrial systole, that is P wave. What is QRS? Ventricular systole, that is ventricular depolarization. What is T wave? Ventricular repolarization, ventricular diastole. So P wave represent എന്താണ്? Depolarization of atria. 3 കൊടുക്കാം. Q wave എന്താണ്? QRS എന്ന് വെച്ചാൽ എന്താണ്? അത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷന്റെ തുടക്കമായിരിക്കില്ലേ? എടാ QRS മൊത്തമല്ലേ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ അല്ലേ? അപ്പൊ Q wave അതിന്റെ തുടക്കമല്ലേ? That is beginning of systole. ഏത് സിസ്റ്റോൾ ആണെന്ന് കൊടുത്തിട്ടില്ല, വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ ബിഗിനിങ് ആണ്. ദാറ്റ് ഈസ് 1 കൊടുക്കാം. QRS കോംപ്ലക്സ് ആണെങ്കിലോ, ദാറ്റ് ഈസ് QRS കോംപ്ലക്സ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ 4. T wave represent repolarization, that is 2. അപ്പോൾ 3 1 4 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 is the right answer. റെഡി അല്ലേടാ? യെസ്. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമുക്കറിയാം ഇത് എക്സ്ക്രീറ്ററി സിസ്റ്റവും അതുപോലെ ലോക്കോമോഷനും കൂടി മിക്സഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഡിസോർഡേഴ്സ് റിലേറ്റഡ് ആണ്. എല്ലാ എക്സാമിനേഷനിലും നമുക്ക് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഗ്ലൈക്കോസൂറിയ, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. നമ്മളെ ഡയബറ്റിസ് മെലൈറ്റസ് പേഷ്യൻസിന്റെ ഇൻഡിക്കേഷനിലെ നമ്മൾ പഠിച്ചിട്ടില്ലേ? 2 ഇൻഡിക്കേഷൻസ് ആണ് എന്ത്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആൻഡ് പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, ദാറ്റ് ഈസ് കീറ്റോണൂറിയ ആൻഡ് ഗ്ലൈക്കോസൂറിയ. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ 4 വരണം അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് A4 നമുക്ക് കൺഫേം ആണല്ലോ. അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു മെത്തേഡ് ഇല്ലേ? നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിന് അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ടൈം കൺസ്യൂമിങ് അല്ലേ? ഒരു ഒറ്റ സെക്കൻഡിൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 4 എന്നല്ലേ വരും. നിങ്ങൾ നോക്കുക അത് ശരിയാണെന്ന്. ബി അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ജോയിന്റ് അല്ലേ? ഗൗട്ട്, റീനൽ കാൽക്കുലൈ, മൂത്രക്കല്ല് അല്ലേ? ക്രിസ്റ്റലൈസ് പ്രസൻസ് ഓഫ് ഓക്സൈഡ് പോലത്തെ സാൾട്ടിന്റെ ഡെപ്പോസിഷൻ കിഡ്നിയിൽ, ദാറ്റ് ഈസ് 2. ഗ്ലോമർല നെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലൈ ഓഫ് ദ നെഫ്രോൺ, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലൈ, ദാറ്റ് ഈസ് 3. ഓപ്ഷൻ 4 is the right answer. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തു നിന്നാണ്. നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് പഠിച്ചിട്ടില്ലേടാ? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അതിൽ ഹൈലി ടോക്സിക് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതാ? അമോണിയ. ലീസ്റ്റ് ടോക്സിക് ഏതാ? യൂറിക് ആസിഡ് അല്ലേ? ഒരു സെമി സോളിഡ് പെല്ലറ്റ് പേസ്റ്റിലേക്ക് അല്ലേ യൂറിക് ആസിഡ്. യൂറിക്കോട്ടലിക് ആനിമൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ്, ഇൻസെക്ട്. അപ്പൊ നൈട്രജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് എന്ന് കൊടുത്തു, ദാറ്റ് ഈസ് യൂറിക് ആസിഡ് അല്ലേ? അപ്പൊ യൂറിക്കോട്ടലിക് ആനിമൽസിന് എക്സാമ്പിൾ ഏതാണെന്നാ ചോദിച്ചത്? ഇത് ആനിമൽ കിണ്ടത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാ ചോദിച്ചത് എക്സാമ്പിൾ. അപ്പൊ റെപ്റ്റൈൽസും ബേർഡ്സും ലാൻഡ് സ്നെയിൽസും ഇൻസെക്ട് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിയാൽ മതി. പാവോ എന്താ? പീകോക്ക് പാവമല്ലേ? പീകോക്ക് അല്ലേ? പാവോ ബേർഡ് അല്ലേ? എയ്ബ്സിലല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സോ നമുക്ക് ഏതാണ് ഓപ്ഷൻ കൊടുക്കുക? ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ബേർഡ്സിലേക്ക് അവർ കണക്ട് ചെയ്തു. ശരിയല്ലേ? ഓർണിത്തോറനിക്കസ് എന്താണ്? ഓവിപാരസ് മാമൽ അല്ലേ? ഇതൊക്കെ നമ്മൾ പൈസസിലല്ലേ പഠിച്ചിട്ടുള്ളത്. സോ ബേർഡ്സിന്റെ ഇതിൽ വരുന്ന അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പാവോ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമടാ. നമ്മളെ കെമിക്കൽ കോർഡിനേഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2022. നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഇൻ എ ഹ്യൂമൻ ബോഡി ഈസ് മെയിൻറ്റെയിൻ ബൈ ദ സെക്രീഷൻ ഓഫ്. എടാ സ്ലീപ്പ് വേക്ക് സൈക്കിൾ 24 hour റിതം സൈക്കിൾ, ഡയണൽ റിതം അല്ലെ? ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് പിനിയൽ ഗ്ലാൻഡ് അല്ലേ? ബയോളജിക്കൽ ക്ലോക്ക്. മാസ്റ്റർ ക്ലോക്ക് അല്ല കേട്ടോ. മാസ്റ്റർ ക്ലോക്ക് ഏതാ? ഹൈപ്പോതലാമസ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് ഏതാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. മാസ്റ്റേഴ്സ് ഓഫ് മാസ്റ്റർ ഏതാ? അതും ഹൈപ്പോതലാമസ് ആണ്. ബയോളജിക്കൽ ക്ലോക്ക് ഏതാ? 24 hour റിതം ഏതാ? ദാറ്റ് ഈസ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നത് പിനിയൽ ഗ്ലാൻഡ് അല്ലേ? ബൈ ദ സെക്രീഷൻ ഓഫ് ആരെ സെക്രീഷനാ? മെലാറ്റോണിൻ ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് പിനിയൽ ഗ്ലാൻഡ്. 2022 ചോദിച്ചതാണ് പിനിയൽ ഗ്ലാൻഡിൽ നിന്നും ക്വസ്റ്റ്യൻ.
ബോഡി ടെമ്പറേച്ചർ അവർ കൺട്രോൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതർ ഫംഗ്ഷൻസ് നമുക്കറിയാം, മെൻസ്ട്രുവൽ സൈക്കിളിലും മെറ്റബോളിസത്തിലും ഇതിലൊക്കെ നമ്മൾ ആക്ഷൻ ഉണ്ട്. മെലാറ്റോണിന്റെ മെലാൻ സ്കിൻ പിഗ്മെന്റേഷനിലൊക്കെ അവർക്ക് ആക്ഷൻ ഉണ്ട്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Again question from chemical coordination. NEET 2023 ചോദിച്ചതാണ്. Which of the following are not under the control of thyroid hormone? അതിനർത്ഥം എന്താ? തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? It regulates basal metabolic rate. അല്ലേ, that is helps in metabolism of carbohydrate, proteins and fat. It provides growth for tissues. അല്ലേ, ടിഷ്യൂസിന് ഗ്രോത്ത് ഹോർമോൺ പോലെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ എറിത്രോപോയസിസ്, തെർമോ റെഗുലേഷൻ, ഓസ്മോ റെഗുലേഷൻ, RBC ഫോർമേഷൻ, that is ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് തൈറോയ്ഡ് ഹോർമോൺസ്. സോ മെയിൻ്റനൻസ് ഓഫ് വാട്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്. എടാ സ്ലീപ്പ് വേക്ക് സൈക്കിള് പിനിയൽ ഗ്ലാൻഡ് അല്ലേ, മെലാറ്റോണിൻ അല്ലേ, അപ്പൊ അതില്ല. ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻ ആയിട്ട് തൈമസ് ഗ്ലാൻഡ് അല്ലേ, തൈമോസിൻ, അപ്പൊ അതില്ല. RBC ഫോർമേഷൻ ഉണ്ട്. അപ്പൊ സിയും ഡിയും ഇല്ല. നോട്ട് അണ്ടർ ദാന്ന് ചോദിച്ചാൽ അപ്പൊ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണെന്നല്ലേ ചോദിച്ചേ. അപ്പൊ സിയും ഡിയും ഇല്ല. ദാറ്റ് ഇസ് C and D ഓൺലി. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇതേ ചാപ്റ്ററിൽ നമുക്കറിയാം കെമിക്കൽ കോർഡിനേഷൻ ചാപ്റ്റർ നമ്മൾ നീറ്റ് എക്സാമിന് ഏകദേശം 3 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. സോ നോക്കിക്കേ, അതർ ഹോർമോൺസ് ഓഫ് GIT ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ടല്ലേ, ഹാർട്ടിൻ്റെതും ഉണ്ട് കിഡ്നിൻ്റെതും ഉണ്ട്. സോ CCK, കിഡ്നിന്റെ ഹോർമോൺ ഇവിടെ ഇല്ല കേട്ടോ. CCK കോളിസിസ്റ്റോകൈനിൻ, അത് ഗോൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പാങ്ക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗോൾ ബ്ലാഡറിനെ കോൺട്രാക്ട് ചെയ്താൽ ബൈൽ ജ്യൂസ് റിലീസ് ചെയ്യുന്നു, പാങ്ക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് റിലീസ് ചെയ്യുന്നു. സോ അത് പാങ്ക്രിയാസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, ഇറ്റ് ഇൻഹിബിറ്റ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ, അപ്പൊ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ഷൻ ഉണ്ട്. AN of atrial natriuretic factor which act as a vasodilator, ബ്ലഡ് പ്രഷർ കുറയ്ക്കൂല, GFR കൂട്ടിയാൽ കുറയ്ക്കാനല്ലേ, ഹാർട്ടിന്റെ ഹോർമോൺ അല്ലേ. സോ ഓപ്ഷൻ 2. ADH ആന്റി ഡയററ്റിക് ഹോർമോൺ, വാസോപ്രസിൻ ഹൈപ്പോതലാമസിന്റെ ഹോർമോൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്നു, ശരിയല്ലേ. സോ ADH എവിടെ ആക്ട് ചെയ്യുന്നു, ആ കോൺസെപ്റ്റ് നമ്മൾ എടുക്കണം. കിഡ്നിന്റെ ഹോർമോൺ എറിത്രോപോയിറ്റിൻ ആണ്. പക്ഷേ ADH ആക്ട്സ് ഓൺ ലാറ്റർ പാർട്ട് ഓഫ് ദ ട്യൂബ്യൂൾ, റീനൽ ട്യൂബ്യൂൾ, ദാറ്റ് ഈസ് 1 4 3 2 1. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ 4 3 2 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following is not the function of conducting part of respiratory system? Breathing and exchange of gases 2022 ചോദിച്ചതാ. കണ്ടക്ടിങ് പാർട്ട് നമുക്കറിയാം, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെയുള്ള പാർട്ട് അല്ലേ. അതായത് നമ്മൾ എടുക്കുന്ന 500 ml TVയും നമ്മളെ ആൽവിയോളി വഴി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ ഇല്ല. 350 ml നടക്കും, 150 ml ഡെഡ് ആയി പോകുന്നുണ്ട്. അപ്പൊ അതിനിടയിലുള്ള കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? ഈ എയറിൽ ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ. അതുപോലെ എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു, അതുപോലെ ഈ എയറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതൊക്കെയല്ലേ ഇവരെ ഫംഗ്ഷൻ. സോ എന്താണ് നോട്ട് ദ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ് സർഫസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല. ഇത് ഫംഗ്ഷൻ ഉണ്ട്, ടെമ്പറേച്ചർ, ഇത് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ ഇല്ലല്ലോ. സോ നമുക്ക് ഏതാണ് ഓപ്ഷൻ? ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Under normal physiological condition in human being, every 100 ml of oxygen blood can deliver dash ml of oxygen to tissues. നമുക്കറിയാം 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുത്താൽ, 100 ml ഓക്സിജൻ ബ്ലഡ് എന്ന് വെച്ചാൽ ഇതിൽ 20 ml ഓക്സിജൻ, നമുക്ക് കാൽക്കുലേഷൻ അത് പോസിബിൾ ആണ്, കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാനില്ലേ. 20 ml ഓക്സിജൻ ഉണ്ടാവുള്ളൂ. ഈ 20 ml നിന്നുമാണ് 5 ml ഓക്സിജൻ ആർക്ക് കൊടുക്കുന്നത്? ടിഷ്യൂസിന് കൊടുക്കുന്നത്. ബാക്കി 15 ml ലീവ്സ് ഫോർ സ്റ്റെർനസ് എക്സസൈസ് എന്നാ വിളിക്കാം. ദാറ്റ് ഈസ് 25% ടിഷ്യൂസിന് കൊടുക്കും, 15 ml, 20ന്റെ 15 എന്ന് പറയുമ്പോൾ 75% ലീവ് ചെയ്യും അതർ സ്റ്റെർനസ് എക്സസൈസിനും വേണ്ടിയിട്ട്. അപ്പോൾ ടിഷ്യൂസിന് കൊടുക്കുന്ന ഓക്സിജൻ എമൗണ്ട് അല്ലേ ചോദിച്ചത്. ദാറ്റ് ഈസ് 5 ml അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഏത് വരും? 3 വരും. ഇനിയോ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, 100 ml ഡീഓക്സിജൻ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളിലേക്ക് കൊടുക്കുന്നുണ്ട്? ദാറ്റ് ഈസ് 4 ml ആണ്. എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സിനാപ്സസ്. സിനാപ്സിനെ കുറിച്ചിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് കെമിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് അക്രോസ് ഇലക്ട്രിക്കൽ സിനാപ്സ്. എടാ കെമിക്കൽ സിനാപ്സിൽ ഫാസ്റ്റ്, എടാ കെമിക്കൽ സ്ലോ അല്ലേ, ഇലക്ട്രിക്കൽ അല്ലേ ഫാസ്റ്റർ. ഇലക്ട്രിക്കലിന് ന്യൂറോ ട്രാൻസ്മിറ്ററിന് ആവശ്യമില്ല. ഇലക്ട്രിക്കലിന്റെ സ്പേസ് സിനാപ്സ് അല്ലേ, ആ സിനാപ്റ്റിക് ക്ലസ്റ്ററിന്റെ സ്പേസ് വളരെ കുറവാണ്, ഫാസ്റ്റ് ആക്ഷൻ ആണ്. സോ കെമിക്കൽ ഇവിടെ ഇൻകറക്റ്റ് ഏതാണെന്നാ ചോദിച്ചേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന് ഇൻകറക്റ്റ് ആയതുകൊണ്ട് അത് കൊടുക്കാമല്ലോ. അപ്പൊ മറ്റേ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ് നമ്മൾ നോക്കാമല്ലോ. മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ക്ലോസ് പ്രോക്സിമിറ്റി. ഇലക്ട്രിക്കൽ സിനാപ്സിൽ അടുത്താണ്, അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ആവശ്യമില്ല. ഇലക്ട്രിക്കൽ കറന്റ് ഫ്ലോ ഇൻ 1 ന്യൂറോൺ ടു യെസ്, ഒരേ യൂണി ഡയറക്ഷനിലെ ഇലക്ട്രിക്കൽ ഫ്ലോ 1 ന്യൂറോൺ ടു അനദർ കറക്റ്റ് ആണ്.
കെമിക്കൽ സിനാപ്സസ് യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കെമിക്കൽ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആവശ്യമില്ലേ? ഉണ്ട്. അവരാണല്ലോ മറ്റുള്ള ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്, ശരിയല്ലേ? സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ബിക്കോസ് കെമിക്കൽ സിനാപ്സ് ഫാസ്റ്റർ അല്ല, സ്ലോ ആക്ഷൻ ആണ് കെമിക്കൽസിന്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് സ്ലോ ആക്ഷൻ ആണ് ആസ് കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ. അല്ലേ? ആൻഡ് ഇലക്ട്രിക്കൽ സിനാപ്സ് റയർ ഇൻ അവർ സിസ്റ്റം. കെമിക്കൽ സിനാപ്സ് സ്റ്റാർട്ടിംഗ് ലെറ്റർ സി അല്ലേ? ദാറ്റ് ഈസ് സി ഫോർ കോമൺ ഇൻ അവർ സിസ്റ്റം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ അടുത്തൊരു സീരീസിൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.